ചുട്ടുപൊള്ളി കേരളം. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. അതികഠിനമായ ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയർന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില തുടരാനാണ് സാധ്യത. താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുള്ളതിനാൽ പാലക്കാട്, കൊല്ലം, കോട്ടയം ഉൾപ്പെടെയുള്ള 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരും. മറ്റു ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 11 ദിവസങ്ങൾക്കിടയിൽ 5 തവണ പാലക്കാട് പ്രതിദിന താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. അസ്വസ്ഥത മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഒരു ചെറിയൊരു മഴച്ചാറ്റൽ പോലെ ഉണ്ടായ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി. സഹിക്കാതിരിക്കാൻ എങ്ങനെ വീട്ടിൽ നിന്നാലും പോകണമല്ല, അതുകൊണ്ട് പോന്നെ 8 മണിയാകുമ്പോൾ വെയിലാണ്, ഞാനങ്ങനെ പൊള്ളി പോണേണു. ചൂട് ഭയങ്കര ചൂടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചൂട് കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-10:30 സമയത്തൊക്കെ വരുന്ന ആളാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ വന്നിട്ടാണ് ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഓടുന്നത്. കാരണം വെച്ചാൽ അത്രയും ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം വീണ്ടും കുതിച്ചുയർന്നു. തിങ്കളാഴ്ചത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 111.42 ദശലക്ഷം യൂണിറ്റായി. വൈകിട്ടത്തെ വൈദ്യുതി ആവശ്യകത 5822 മെഗാവാട്ടായി. ഞായറാഴ്ച 106.035 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതോത്പാദനം പ്രതിസന്ധിയിലേക്ക് നീങ്ങും. വൈദ്യുതി നിയന്ത്രണം KSEBയുടെ സജീവ പരിഗണനയിലുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.